നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹോർമൂസ് അടഞ്ഞു തന്നെ കിടന്നോട്ടെ, യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാർ. ട്രംപിന്റെ വായിൽ നിന്നും ഇത്തരമൊരു വാക്ക് വീഴുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒടുവിലിതാ യുദ്ധം 5-ാം ആഴ്ചയിൽ പിന്നിടുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും ഒടുവിലത്തെ തന്ത്രങ്ങൾ പയറ്റുകയാണ്. അല്ലെങ്കിൽ ആ ഒരു യുദ്ധ അവസാന പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വ്യക്തമാവുകയാണ്. അതായത് പ്രധാനമായും ട്രംപിന്റെ നിലവിലെ സാഹചര്യം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ തന്നെ ട്രംപിനുണ്ടായിരുന്ന ആ ചീത്തപ്പേര് കഴിഞ്ഞ കുറച്ചു നാളുകളായി ട്രംപ് മാറ്റി വരികയായിരുന്നു. അതായത് യുദ്ധക്കൊതിയൻ എന്ന ആ ഒരു ചീത്തപ്പേര് ട്രംപ് കഴിഞ്ഞ കുറച്ചു നാളുകളായി മാറ്റി വരികയായിരുന്നു. എന്നാൽ വീണ്ടും പഴയപടി തന്നെ ട്രംപിന്റെ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം, ആവേശം ഒക്കെ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. അമേരിക്കയ്ക്കകത്തു പോലും ട്രംപിനെതിരെ രൂക്ഷമായ കാർട്ടൂണുകൾ, പ്ലക്കാർഡുകൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ, നെതന്യാഹുവിനെതിരെയുള്ള പ്ലക്കാർഡുകൾ, ഇവയെല്ലാം തന്നെ അമേരിക്കയ്ക്കകത്ത് തന്നെ നിറഞ്ഞൊഴുകുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ ട്രംപ് നേരിടുന്ന പ്രധാന വെല്ലുവിളികളായി മാറുന്നുണ്ട്. ഈ 10 കാര്യങ്ങൾ കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ 10 സമ്മർദ്ദങ്ങൾ കൊണ്ടായിരിക്കാം ഇറാന് മേലെയുള്ള ഇപ്പോഴത്തെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ട്രംപ് പ്രഖ്യാപിക്കാനായി പോകുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുകയാണെങ്കിലും ഇറാനെതിരായ സൈനിക നീക്കം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നാണ് ട്രംപ് സഹായികളോട് പറഞ്ഞതായി വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള സങ്കീർണമായ നടപടികൾ നീട്ടിവെക്കാൻ അദ്ദേഹം സന്നദ്ധ പ്രകടിപ്പിച്ചതായും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച പുറത്തുവന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇറാനുമായുള്ള സൈനിക നീക്കം 5-ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലെന്നാണ് റിപ്പോർട്ട്. മേഖലയിലെ US സൈനിക ആസ്തികൾക്ക് നേരിട്ട തിരിച്ചടിയും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന്റെ അടച്ചുപൂട്ടലും ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുകയാണ്. ഇറാനെതിരായ പോരാട്ടത്തിൽ ട്രംപിനെ തളയ്ക്കാൻ സാധ്യതയുള്ള 10 പ്രധാന വെല്ലുവിളികൾ ഇവയാണ്. 1. യുറേനിയം ശേഖരം പിടിച്ചെടുക്കൽ. 2 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഖാർഗ് ദ്വീപ് അധിനിവേശം ആത്മഹത്യാപരമാണെന്നാണ് പ്രധാനമായും സൈനികർ എടുത്തു പറയുന്നത്. 3. ഹോർമൂസ് കടലിടുക്കിലെ പ്രധാനപ്പെട്ട ഭീഷണി. ഹോർമൂസ് കടലിടുക്ക് തീർച്ചയായിട്ടും ട്രംപിനെ സംബന്ധിച്ച് ഒരു വെല്ലുവിളി തന്നെയാണ്. ഊർജ നിലയങ്ങൾ തകർക്കൽ, അതിന്റെ തിരിച്ചടി ഭയാനകമാണ്. അതായത് ഒരു ഊർജ നിലയം തകർക്കുകയാണെങ്കിൽ പകരം 4-5 ഊർജ നിലയങ്ങൾ തകർക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന മട്ടിലായിരുന്നു ഇറാന്റെ തിരിച്ചടികൾ. മാത്രമല്ല, ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമായി 5-ാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഹൂത്തികളുടെ ഇടപെടൽ തന്നെയാണ്. ഹൂതികൾ കൂടി ഈ ഒരു ആക്രമണത്തിന്റെ ഭാഗമായപ്പോൾ യുദ്ധം കൂടുതൽ ശക്തമാവുകയായിരുന്നു. കുടിവെള്ള വിതരണം തടസ്സപ്പെടുകയാണ് ഉണ്ടായത്. 6-ാമത്തെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയാണ്. US താവളങ്ങൾക്ക് നേരെയുള്ള പ്രധാനപ്പെട്ട ആക്രമണം എന്ന് പറയുന്നത് അത് ചില്ലറയായി തള്ളിക്കളയാൻ സാധിക്കുകയില്ല. 8. റഷ്യയുടെ സഹായം. ഇറാന് റഷ്യ നൽകുന്ന തന്ത്രപ്രധാനമായ സഹായം യുദ്ധത്തിൽ ഇറാനെ കൂടുതൽ ആക്യുറേറ്റ് ആക്കാൻ സഹായിക്കുന്നു എന്നാണ് സെലൻസ്കി അടക്കമുള്ളവർ പറയുന്നത്. റഡാർ സംവിധാനങ്ങളുടെ നാശം. പ്രധാനപ്പെട്ട റഡാർ സംവിധാനങ്ങളൊക്കെ തന്നെ ഇറാൻ നശിപ്പിച്ചു എന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. ഏറ്റവും ഒടുവിൽ 10, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയ്ക്കകത്ത് തന്നെ ട്രംപിനെതിരെയുള്ള ശക്തമായ പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ, ആഭ്യന്തര പിന്തുണയിലെ കുറവ് എന്ന് പറയുന്നത് പ്രധാനമായും ട്രംപിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹോർമൂസ് കടലിടുക്ക് അവിടെ അടഞ്ഞു കിടന്നോട്ടെ, എങ്കിലും ഞാൻ യുദ്ധം നിർത്താമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു യുദ്ധം നിർത്തുകയാണെങ്കിൽ പോലും ഇറാനുള്ള പെട്ടി റെഡിയാക്കിയതിനു ശേഷം മാത്രമേ ട്രംപ് അത്തരം കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്നൊരു വാർത്തയാണ് വരുന്നത്. എന്തായാലും നമുക്ക് ഈ 10 പോയിന്റുകൾ വളരെ വിശദമായി തന്നെ പരിശോധിച്ച് നോക്കാം. വളരെ പ്രധാനപ്പെട്ട 1-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യുറേനിയം ശേഖരണം പിടിച്ചെടുക്കലാണ്. അതിസാഹസിക ദൗത്യം തന്നെയാണ്. ഇറാന്റെ ഭൂഗർഭ തുരങ്കങ്ങൾ, അല്ലെങ്കിൽ ഇറാന്റെ ഒരു അഭിമാനം, നട്ടല് എന്ന് പറയുന്നത് ഈ ഭൂഗർഭ തുരങ്കങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം തന്നെയാണ്. അറ്റകൈ പ്രയോഗം എന്ന നിലയിൽ യുറേനിയം എടുത്ത് പയറ്റാമെന്ന് ഇറാൻ ധരിക്കുകയാണെങ്കിൽ അത് അമേരിക്കയുടെ അന്ത്യമാകുമെന്ന് ട്രംപ് ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പിടിച്ചെടുക്കാൻ ഇതുവരെയും അമേരിക്കയ്ക്ക് കഴിയാത്തത് വലിയൊരു വെല്ലുവിളിയാണ്. വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കളും ഖനന യന്ത്രങ്ങളും ഉപയോഗിച്ച് വേണം ഈ കോട്ടകൾ തകർക്കാൻ. എന്നാൽ ഇതിനിടയിൽ ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണം ഉണ്ടായാൽ 100 കണക്കിന് US സൈനികർ കൊല്ലപ്പെട്ടേക്കാം. 2. ഖാർഗ് ദ്വീപ് അധിനിവേശം ആത്മഹത്യാപരം. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്നത് ഖാർഗ് ദ്വീപ് വഴിയാണ്. ഇത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ തങ്ങളുടെ എണ്ണ ശേഖരത്തിന് ഇറാൻ തന്നെ തീയിട്ടേക്കാം. ഇത് വ്യോമാക്രമണങ്ങൾ തടസ്സപ്പെടുത്തുന്ന കറുത്ത പുകപടലങ്ങൾ സൃഷ്ടിക്കും. സൈനിക വിദഗ്ധർ ഈ നീക്കത്തെ ആത്മഹത്യാപരം എന്നാണ് വിശേഷിപ്പിക്കുന്നത്.
ഹോർമോസ് കടലിടുക്കിലെ ഭീഷണി. ലോകത്തെ എണ്ണ നീക്കത്തിന്റെ ജീവനാഡിയായ ഹോർമോസ് കടലിടുക്ക് ഇറാൻ ഏകദേശം അടച്ചു കഴിഞ്ഞു. കടലിടുക്കിന്റെ വീതി കുറവായതിനാൽ തന്നെ US കപ്പലുകൾക്ക് ഇറാന് തീരത്തു നിന്നുള്ള മിസൈലുകൾ പ്രതിരോധിക്കാൻ കേവലം 2 മിനിറ്റിൽ താഴെ സമയം മാത്രമേ ലഭിക്കൂ. ഇത് എണ്ണക്കപ്പലുകളുടെ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാണ്. ഊർജ നിലയങ്ങൾ തകർക്കൽ. തിരിച്ചടി ഭയാനകം. ഇറാന്റെ ഊർജ നിലയങ്ങൾ തകർക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇതിന് പകരമായി ഖത്തറിലെയും സൗദിയിലെയും എണ്ണവാതക കേന്ദ്രങ്ങൾ ഇറാൻ ലക്ഷ്യമിട്ട് ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും കാര്യങ്ങൾ നീങ്ങും. ഹൂതികളുടെ ഇടപെടൽ. ബാബ് അൽ മദ്ബ കടലിടുക്ക് തടയുമെന്ന ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ചുവന്ന കടലിടുക്കിലേക്കുള്ള പ്രവേശനം കവാടം അടഞ്ഞാൽ ആഗോള എണ്ണവില ബാരലിന് $150 കടക്കുമെന്നത് ഉറപ്പാണ്. അതുമാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലെ കുടിവെള്ള സ്രോതസ്സായ കടൽവെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റിനെ, അതായത് ഈ പ്ലാന്റിൽ ഉണ്ടാകുന്ന ആക്രമണം ഇറാൻ ലക്ഷ്യം വെച്ചാൽ മേഖലയിൽ വൻ മാനുഷിക ദുരന്തമുണ്ടാകും. ഗൾഫ് രാജ്യങ്ങളിലെ ദശലക്ഷക്കണക്കിന് ആളുകളെ ഇത് നേരിട്ട് ബാധിക്കും. US താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണം. ഇതുവരെ മേഖലയിലെ 104 US താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി കഴിഞ്ഞു. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് US സൈനികർക്ക് തങ്ങളുടെ താവളങ്ങളിൽ നിന്ന് ഹോട്ടലുകളിലേക്കും മറ്റും മാറേണ്ടി വരുന്നത് ഏകോപനത്തെ ബാധിക്കുന്നുണ്ട്. സൗദിയിലെ US താവളങ്ങളുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ റഷ്യ ഇറാനും കൈമാറുന്നുണ്ടെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആരോപിച്ചു. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളുടെ കൃത്യത വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാകും. റഡാർ സംവിധാനങ്ങളുടെ നാശം. ഏറ്റവും ഒടുവിൽ സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ അമേരിക്കയുടെ E-3 സെൻട്രി ചാരവിമാനം തകർന്നിരുന്നു. ഇത് മേഖലയിലെ അമേരിക്കയുടെ നിരീക്ഷണ ശേഷിക്ക് വൻ തിരിച്ചടിയായി. ആഭ്യന്തര പിന്തുണയിലെ കുറവ്. അമേരിക്കയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മറ്റൊരു അനന്തമായ യുദ്ധത്തിലേക്ക് രാജ്യം നീങ്ങുന്നതിൽ അമേരിക്കൻ ജനതയ്ക്ക് താല്പര്യമില്ല. സ്വന്തം അണികളിൽ നിന്നുപോലും ട്രംപിന് ഇക്കാര്യത്തിൽ വിമർശനം നേരിടേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്ക് കടന്ന് 9000 മെട്രിക് ടൺ LPGയുമായി കപ്പൽ കൊച്ചിയിലെത്തിയെന്ന ആശ്വാസ വാർത്ത കൂടി വരുന്നു. വിയറ്റ്നാം പതാകയേന്തിയ അപ്പോളോ ഓഷ്യൻ എന്ന കപ്പലാണ് കൊച്ചി തുറമുഖത്തേക്ക് എത്തിയത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് പാചകവാതകവുമായി ബന്ധപ്പെട്ട കേരളത്തിന് കൂടുതൽ ആശ്വാസമാകുന്ന നടപടിയാണ് ഇത്. മംഗലാപുരം തീരത്ത് 16000 മെട്രിക് ടൺ LPGയുമായി എത്തിയ കപ്പൽ 7000 മെട്രിക് ടണ്ണോളം അവിടെ ഇറക്കിയ ശേഷം ബാക്കി കൊച്ചിയിലെത്തുകയായിരുന്നു. കൊച്ചി പുതുവൈപ്പിലെ LPG ടെർമിനലിൽ നിന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വിവിധ പ്ലാന്റുകളിലേക്ക് പാചകവാതകം എത്തുമെന്നാണ് വിവരം. ഇവിടെ നിന്ന് ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യും. നേരത്തെ ഹോർമൂസ് കടലിടുക്ക് കടന്ന് 16000 മെട്രിക് ടൺ LPGയുമായി വന്ന ശിവാലിംഗ് എന്ന ചരക്ക് കപ്പൽ ഇത് ഗുജറാത്തിലാണ് ഇറക്കിയത്. അവിടെ നിന്നാണ് അപ്പോളോ ഓഷ്യൻ എന്ന കപ്പൽ ഈ മാസം 26-ന് LPGയുമായി മംഗലാപുരത്ത് എത്തിയത്.